السلام عليكم ورحمة الله وبركاته. إلى حضرة روح نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. ثم إلى حضرة ولي الله الحافظ ممم الله حاجي نور الله مرقد. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره
المشركون سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ومضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ഏറ്റവും സ്നേഹ ബഹുമാനാദരം നിറഞ്ഞ നല്ലവരായ ദീനി സ്നേഹികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടുതൽ ഒരു സ്വാലിഹായ സൽക്കർമ്മമായി നമ്മൾ സ്വീകരിക്കട്ടെ. ജീവിതത്തിൽ വരുന്ന ചെറുതും വലുതുമായ പാപക്കറകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്ന ഇൽമുകളൊക്കെ അല്ലാഹു നാഫിആക്കി തരട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുണ്ട്, ബാപ്പയുണ്ട്, സഹോദര സഹോദരിമാരുണ്ട്, നമ്മുടെ കൂട്ടുകാരുണ്ട്, അയൽവാസികളുണ്ട്, നമ്മുടെ ബന്ധപ്പെട്ടവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല നമ്മുടെ ഈ ഒരു ഇൽമ കേൾക്കുന്നത് അല്ലാഹു ഒരു സ്വാലിഹായ വലിയ സൽക്കർമ്മമായി നമ്മൾ സ്വീകരിക്കട്ടെ. അല്ലാഹു തആല നമ്മുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മ, ബാപ്പ, സഹോദര സഹോദരിമാർ, നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾ അല്ലാഹു തആല എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കുടുംബത്തിൽ അവരുടെ ജീവിതത്തിലൊക്കെ ഉള്ള വിഷമങ്ങൾ അല്ലാഹു തആല തീർത്തു കൊടുക്കട്ടെ. നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നമ്മളിലൊക്കെ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. നമ്മളാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു തആല അവരുടെ വിഷമങ്ങൾ മാറ്റട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു അവന്റെ മഗ്ഫിറത്ത് കൊണ്ടും റഹ്മത്ത് കൊണ്ടും അല്ലാഹു അനുഗ്രഹം കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിന്റെ വഴിയെ നമ്മൾ നടത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ഇൽമിലും അവരുടെ ജീവിതത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവന്റെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഈ ഇൽമ കേട്ടത്, ഇത് പറഞ്ഞത്, ഇതിൽ നിന്ന് മനസ്സിലാക്കിയതെല്ലാം അല്ലാഹു നാളെ പരലോകത്ത് വിജയിക്കാനും നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാനുമുള്ള ഏറ്റവും വലിയൊരു മാർഗമായി, നിദാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഒരുപാട് ദിവസമായി അൽഹംദുലില്ലാഹ് ഈ ഒരു സമയത്ത് നമ്മുടെ മജ്ലിസ് നമ്മൾ നടത്തുന്നു. ഇന്നലെ രാത്രി 8:30 നമ്മുടെ മജ്ലിസ് ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ചില സാഹചര്യങ്ങളെ കൊണ്ട് വേണ്ടതുപോലെ ഇന്നലെ ദിവസത്തിൽ നടത്താൻ സാധിച്ചില്ല. അൽഹംദുലില്ലാഹ്, എന്നിരുന്നാലും ഒരുപാട് ആളുകൾ അന്വേഷിച്ചു, ഉസ്താദ് മജ്ലിസില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, ഒരുപാട് ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതിൽ വളരെയധികം സന്തോഷം. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യമായ മജ്ലിസിന്റെ ലിങ്ക് ഷെയർ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ ഖൈറും ബറകത്തും അല്ലാഹു നൽകട്ടെ. സമയമാകുമ്പോൾ അതുണ്ടോ, അത് എത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരുപാട് ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ പ്രദാനം ചെയ്യട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ. ദീനിന്റെ പ്രചാരകരിൽ അവരെ നമ്മൾക്ക് അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ഒരു മജ്ലിസ് കൊണ്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ദുനിയാവിന്റെ മേഖലകളിലെ സൗന്ദര്യമോ ദുനിയാവിന്റെ മേഖലയിലെ ആവശ്യങ്ങളോ അല്ലല്ലോ. ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ മനസ്സിലാക്കാൻ കഴിയുക, ഒരു പ്രബോധന രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ കൊണ്ടുവരിക എന്ന് തന്നെയാണ്. ഇവിടെ
അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനെ കുറിച്ച്, ദീനിൻ്റെ വഴിയോരങ്ങളെ കുറിച്ച് മാത്രമാണ് നമ്മൾ ചർച്ച നടത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുനിയാവിൻ്റെ തൊലിക്ക് മുകളിൽ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വളരെ വ്യക്തമായി കൊണ്ടവൻ മനസ്സിലാക്കുക, അറിയുക എന്നത് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്, ഒരു കാര്യമാണ്. എന്നാൽ ഇന്ന് മനുഷ്യൻ ആ ഒരു ചിന്തയിൽ നിന്ന് തൻ്റെ ഹൃദയത്തെ, തൻ്റെ ചിന്തയെ, തൻ്റെ ജീവിതത്തിൻ്റെ ശൈലികളെ മുഴുവനും മാറ്റി തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനും തനിക്ക് ഇഷ്ടമുള്ളതുപോലെ സംസാരിക്കാനും തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഇഷ്ടമുള്ളതാണ് ഞാൻ ചെയ്യുക എന്ന ചിന്തയിലൂടെ മനുഷ്യൻ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാരിക്കോരി തന്നിട്ടും ആ പടച്ച തമ്പുരാൻ ഒരു നിമിഷം പോലും മനസ്സിലാക്കാൻ ഇന്ന് ചില ആളുകളുടെ മനസ്സ് അനുവദിക്കുന്നില്ല എന്നത് എൻ്റെ പ്രിയമുള്ളവരെ യാഥാർത്ഥ്യമായിട്ട് നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിന്റെ തൊലിക്ക് മുകളിൽ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ ആ മനുഷ്യന്റെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ആവശ്യവും അത്യാവശ്യവുമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും ആ മനുഷ്യന്റെ മുമ്പിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൗജന്യമായി അവർക്ക് നൽകുമ്പോൾ പടച്ച തമ്പുരാൻ ഒരു നിമിഷം പോലും അറിയാതെയാണ് ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ സഞ്ചരിക്കുന്നത് എങ്കിൽ ഒരു നിമിഷത്തേക്ക് ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് പോലെ നമുക്ക് തോന്നിയേക്കാം. നമുക്കൊരു പ്രശ്നവുമില്ല, ഒരു കുഴപ്പവുമില്ലാതെ ജീവിതത്തിൽ നമ്മളിങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കുന്നത് പോലെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അവസാനത്തെ ഒരു നിമിഷം പടച്ച തമ്പുരാൻ നമ്മെ വിളിക്കുന്ന, നമ്മെ പിടിക്കുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് നമ്മൾ കെഞ്ചി പടച്ച തമ്പുരാനോട് ചോദിക്കും, അല്ലാഹുവേ പടച്ച റബ്ബേ, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ ഞങ്ങൾ ജീവിക്കുമ്പോൾ, ഞങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നിന്നെ കുറിച്ച് ഒരുപാട് കേട്ടിരുന്നു, ഒരുപാട് വഅദ് ഉസ്താദന്മാർ മൈക്ക് കെട്ടിപ്പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പടച്ച റബ്ബേ, എന്നിട്ട് പോലും ഒരു നിമിഷം പോലും നിന്നെ മനസ്സിലാക്കാനുള്ള ഒരു പക്വത എന്റെ ജീവിതത്തിൽ എനിക്ക് വന്നില്ലല്ലോ എന്ന് മനുഷ്യന്റെ ജീവിതത്തിൽ അവന് കെഞ്ചുന്ന, വേദനിക്കുന്ന, വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരവസ്ഥ മനുഷ്യന് വരാനുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഇന്ന് ഈ ഭൂമി ലോകത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ, ഇന്ന് ദീനി പ്രബോധനങ്ങൾ, ദീനി പ്രബോധന മേഖലകൾ ഒരുപാട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ തന്നിരിക്കുകയാണ്. എന്നിട്ട് പോലും മനുഷ്യൻ എന്തുകൊണ്ടാണ് പടച്ച തമ്പുരാൻ അറിയാൻ വൈകുന്നത്? എന്തുകൊണ്ടാണ് പടച്ച തമ്പുരാൻ അറിയാൻ മനസ്സിലാക്കാത്തത്? എന്തുകൊണ്ടാണ് ആ പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് തന്റെ ജീവിതത്തിന്റെ ശൈലികളെ ഒന്ന് വെക്കാൻ, അള്ളാഹുവിന്റെ ഏറ്റവും കൂടുതൽ തന്റെ ജീവിതത്തോട് മനുഷ്യനൊന്ന് ചേർത്ത് വെക്കാൻ എന്റെ പ്രിയമുള്ളവരെ മനുഷ്യൻ മനസ്സ് വെക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ഒരു ഖുദ്സിയായ ഹദീസിലൂടെ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്, കുന്ത കംസം മഖ്ഫിയ, ഞാൻ ആരാരും അറിയപ്പെടാത്ത അമൂല്യമായ ഒരു നിധിയായി ഞാൻ ഇങ്ങനെ ജീവിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാവരാലും എന്നെ അറിയപ്പെടണമെന്ന് ഞാൻ വിചാരിച്ചപ്പോൾ, എന്റെ മനസ്സുകൊണ്ട് ഞാൻ അങ്ങ് ചിന്തിച്ചപ്പോൾ, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ എല്ലാവരാലും അറിയപ്പെടണമെന്ന് ഞാൻ തീരുമാനിച്ചപ്പോൾ, ഞാൻ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പടച്ച റബ്ബേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ഒരു ഖുദ്സിയായ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാവരാലും അറിയപ്പെടണമെന്ന് തന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങ് വിചാരിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, പടച്ച റബ്ബേ, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ഖലഖതുൽ ഖലായിക കുല്ലഹാ, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ഞാൻ എല്ലാത്തിനെയും സൃഷ്ടിച്ചതോ പടച്ച റബ്ബേ, ജീവനുള്ളതും ജീവനില്ലാത്തതും അജീവനവുമായ എല്ലാ വസ്തുക്കളെയും ഞാൻ ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ സൃഷ്ടിച്ചത് അതുകൊണ്ടാണല്ലോ. എല്ലാവരാലും എന്നെ അറിയപ്പെടണം, എല്ലാവരാലും എന്നെ അറിയപ്പെടണം. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അതുകൊണ്ട് ഈ ജിന്നവർഗത്തെ, മനുഷ്യവർഗത്തെ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളതോ പടച്ച റബ്ബേ, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ പടച്ച തമ്പുരാൻ ഒരുപാട് സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടുണ്ടോ? പടച്ച റബ്ബേ, 4 കാലികളെ സൃഷ്ടിച്ചിട്ടുണ്ടോ? അല്ലാഹുവേ പടച്ച റബ്ബേ, പറന്നു പോകുന്നവയെ സൃഷ്ടിച്ചിട്ടുണ്ടോ? ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ഇഴഞ്ഞു
പോകുന്നവയെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ടോ? പടച്ചറബ്ബേ വെള്ളത്തിനടിയിലും പടച്ചറബ്ബേ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലുമെല്ലാം ഈ കരയിലും ജീവിക്കുന്ന ഒരുപാട് സൃഷ്ടികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിലെല്ലാം ഏറ്റവും വ്യത്യസ്തമായിട്ടാണ് പടച്ച തമ്പുരാൻ മനുഷ്യരായ നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലാഹു തആല നമ്മെ പടച്ചിട്ടുള്ളത്, പടച്ച റബ്ബ് അല്ലാഹു അഖൽ കൊടുത്തിട്ടുള്ളത്, ബുദ്ധി കൊടുത്തിട്ടുള്ളത് മനുഷ്യരായ നമുക്കാണല്ലോ. ഈ പറയുന്ന എനിക്കാണ്, എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നിങ്ങൾക്കാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അഖൽ കൊടുത്തിട്ടുള്ളത്. പടച്ച റബ്ബാണ് നമുക്ക് ബുദ്ധി തന്നത്, നമുക്ക് ജീവിതത്തിന്റെ ഓരോ മേഖലകളും തന്നിട്ടുള്ളത്. പടച്ച റബ്ബേ ഇന്ന് കാണുന്ന നാൽക്കാലികളെ എന്ന് എടുത്തു നോക്ക്. അവർ എവിടെ വേണമെങ്കിലും കാഷ്ടിക്കുമല്ലോ, എവിടെ വേണമെങ്കിലും മൂത്രയിക്കുമല്ലോ. അവരുടെ ജീവിതത്തിന്റെ എല്ലാവിധ സൗകര്യങ്ങളും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ ചെയ്യുമല്ലോ. എവിടെ വേണമെങ്കിലും പോയിട്ട് കിടക്കുമല്ലോ. എന്നാ മനുഷ്യനെ എന്ന് എടുത്തു നോക്കണേ. അല്ലാഹുവേ, മനുഷ്യനെ കാഷ്ടിക്കുമ്പോഴും മൂത്രയിക്കുമ്പോഴും അവന് വിശ്രമിക്കുമ്പോഴും അവന് ജീവിതത്തിന്റെ ഓരോ മേഖലകളും എത്രത്തോളം വലിയ ശുദ്ധമായിട്ടാണ് അവന് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എത്രത്തോളം അനുഗ്രഹമായിട്ടാണ് അവന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവന്റെ ജീവിതത്തിൽ പടച്ച റബ്ബ് എത്രത്തോളം സന്തോഷങ്ങളാണ് അവന് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള ജീവികളെ പോലെയല്ലല്ലോ, മറ്റുള്ള ജീവികളെ പോലെയല്ലല്ലോ. മനുഷ്യന് എല്ലാത്തിൽ നിന്നും വേർതിരിവുണ്ടല്ലോ. എന്നതുപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ മുമ്പിലും. അള്ളാഹുവേ, മറ്റു ജീവികളുടെ പ്രവർത്തനങ്ങളെ പോലെയല്ല. പടച്ച റബ്ബേ, കുളിയും അവന്റെ ജീവിതത്തിന്റെ ശൈലികളൊക്കെ എടുത്തു നോക്കൂ. അവന് കുളിക്കുന്നുണ്ട്, അവന് കഴുകുന്നുണ്ട്, അവന്റെ ജീവിതത്തിൽ അവന് വല്ലാതെ വൃത്തിയോടെയാണ് നടന്നു പോകുന്നത്. എന്നാ മറ്റു സൃഷ്ടികളെയൊന്ന് എടുത്താൽ പടച്ച റബ്ബേ, അവരെ കൊണ്ടുപോയിട്ട് നമ്മളല്ലേ ശുദ്ധിയാക്കുന്നത്, അവരെ കൊണ്ടുപോയിട്ട് നമ്മളല്ലേ വൃത്തിയാക്കുന്നത്. പടച്ച റബ്ബ് അല്ലാഹു തആല മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ നന്മയാണത്. അല്ലാഹു മനുഷ്യന് മാത്രം കൊടുത്തിട്ടുള്ള നന്മയാണത്. അതുകൊണ്ട് തന്റെ ജീവിതത്തിൽ അല്ലാഹുവിനെ അറിയാനുള്ള ഏറ്റവും വലിയ മാർഗം അല്ലാഹു തആല കൊടുത്തിട്ടുള്ളത് അത് മനുഷ്യന് മാത്രമാണല്ലോ. ആ പടച്ച തമ്പുരാനെ മനസ്സിലാക്കാനുള്ള ശക്തി അല്ലാഹു തആല കൊടുത്തിട്ടുള്ളത് അത് മനുഷ്യന് മാത്രമാണല്ലോ. ജീവിതത്തിന്റെ ഓരോ മേഖലകളിലെ ശുദ്ധിയും അനുഗ്രഹങ്ങളെല്ലാം അല്ലാഹു തആല ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത് അതും മനുഷ്യന് മാത്രമാണ് ഉമ്മ. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളിലും ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നിയമങ്ങൾ കണക്കാക്കിയിട്ടുള്ളത്, ഒരുപാട് ചെയ്യണമെന്ന് കൽപ്പനകൾ കൊടുത്തിട്ടുള്ളത്. അത് മൃഗങ്ങൾക്കല്ല, അത് മനുഷ്യനാണ്, മനുഷ്യനാണ്, മനുഷ്യനാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ മനസ്സിലാക്കണേ, എൻ്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ മനസ്സിലാക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലേക്ക് നമ്മെ പറഞ്ഞു വിടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളില് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്, അല്ലാഹു തആല മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്, പടച്ച തമ്പുരാനെ ജിന്നുവർഗത്തെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്നും പഠിപ്പിക്കുകയാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ എനിക്ക് ഒന്നും തന്നെ തരണ്ട, നിങ്ങൾ എനിക്ക് ഭക്ഷണം തരണ്ട, നിങ്ങൾ എനിക്ക് വെള്ളം തരണ്ട, എന്റെ ജീവിതത്തിലേക്ക് ഒന്നും തന്നെ നിങ്ങൾ എനിക്ക് തരേണ്ടതില്ലല്ലോ. അലം നജഅൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്നും പറയുകയാണല്ലോ, പടച്ച തമ്പുരാനെ അല്ലാഹു തആല പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് രണ്ട് കണ്ണ് തന്നില്ലയോ, ഞാൻ നിങ്ങൾക്ക് പടച്ച റബ്ബേ നാക്ക് തന്നില്ലയോ, രണ്ട് ചുണ്ടുകൾ ഞാൻ നിനക്ക് തന്നിട്ടില്ലയോ, ഇതെല്ലാം വെറുതെയാണോ തന്നത്? നിന്റെ ശരീരത്തിന്റെ അനുഗ്രഹങ്ങളെല്ലാം എന്ന് എടുത്തു നോക്കോ. എത്രത്തോളം അനുഗ്രഹങ്ങൾ പടച്ച തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും തന്നിട്ടുണ്ടോ? എന്നിട്ട് പോലും പടച്ച തമ്പുരാനെ മറക്കുന്നവരായിട്ട് നമ്മൾ മാറുമ്പോ
അള്ളാനെ ധിക്കരിക്കുന്നവരായിട്ട് നമ്മൾ മാറുമ്പോ പടച്ചറബ്ബേ നമ്മൾ എത്ര വലിയ നന്ദി കെട്ടവരാണ് ഉമ്മ. നമ്മൾ എത്രയോ നന്ദി കേട് കാണിക്കുന്നവരാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആകാൻ കഴിയുമോ? അങ്ങനെ നമ്മുടെ ജീവിതത്തിലോ പടച്ചറബ്ബേ എല്ലാത്തിൽ നിന്നും നന്ദി കെട്ടവരായിട്ട് മാറാൻ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നമുക്ക് പറ്റുമോ? ഒരിക്കലും തന്നെ ആയിക്കൂടല്ലോ, ഒരിക്കലും തന്നെ ആയിക്കൂടല്ലോ. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പടച്ചറബ്ബേ എത്രത്തോളം നന്ദിയുള്ളവരായിരുന്നോ, എത്രത്തോളം നന്ദിയുള്ളവരായിരുന്നെന്നറിയോ? അല്ലാഹുവേ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പടച്ചറബ്ബേ കാലിൽ നീര് വന്ന് പൊട്ടാനായി വീർത്തിട്ട് പോലും അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നിട്ട് നിസ്കരിക്കുകയാണല്ലോ. അവിടെ നിന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്തിനാ നബിയെ ഇങ്ങനെ വിഷമിക്കുന്നത്? നിങ്ങൾക്ക് പാപ സുരക്ഷിതനല്ലേ? നിങ്ങളുടെ പാപങ്ങളെല്ലാം അല്ലാഹു തആല പുറത്തു തന്നിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നത്? ഇങ്ങനെ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് നിന്ന് നിസ്കരിക്കുന്നത് നബിയെ? പടച്ചറബ്ബേ ഇതങ്ങ് ചോദിക്കുമ്പോ റസൂലുള്ളാഹ് പറയുകയാണ്, ആയിഷ, അഫലാ അകൂന അബ്ദൻ ശകൂറാ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ ആയിഷ? അല്ലാഹുവേ, ദുനിയാവിന്റെ തുടിക്കുമ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും പടച്ചു തമ്പുരാൻ എനിക്ക് നൽകുന്നുണ്ട്. എനിക്ക് സ്വർഗ്ഗം അല്ലാഹു തആല തന്നിട്ടുണ്ട്. പടച്ചറബ്ബേ, ദുനിയാവിൽ ഇത്രത്തോളം പറുദീസകൾ എനിക്ക് തന്നിട്ട് പടച്ചറബ്ബേ നാളെ ആഖിറത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ എല്ലാ അനുഗ്രഹങ്ങളും ദുനിയാവിൽ നിന്ന് തന്നെ അല്ലാഹു എനിക്ക് വാഗ്ദാനം നൽകിയിരിക്കുകയാ. എന്നിട്ട് ഞാനൊരു നന്ദിയുള്ള അടിമയാകുമ്പോ, ഒരു നന്ദിയുള്ള അടിമയാകണ്ടയോ എന്നവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. പടച്ചറബ്ബേ, ഇതാണ് ഉമ്മ നന്മയെന്ന് പറഞ്ഞാൽ, ജീവിതത്തിലുള്ള നന്മയെന്ന് പറഞ്ഞാൽ ഇതാ, അല്ലാഹുവിലേക്കുള്ള ഓർമ്മയെന്ന് പറഞ്ഞാൽ ഇതാണല്ലോ. അതുകൊണ്ട് പടച്ച തമ്പുരാൻ അറിയാത്ത ഒരു നിമിഷം പോലും പടച്ചറബ്ബേ നമുക്ക് ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹനെ മറക്കുന്ന ഒരവസ്ഥ പോലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു തആല തരുന്ന എല്ലാ അനുഗ്രഹങ്ങളും അതാ പടച്ചറബ്ബേ ഇരുകരങ്ങളും നീട്ടിയിട്ടോ അല്ലാഹുവേ നമ്മൾ പടച്ചറബ്ബിന്റെ മുമ്പിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുകയാണല്ലോ. അല്ലാഹുവിന്റെ അടുത്ത് നിന്ന് നമ്മൾ മേടിക്കുകയാണല്ലോ. അല്ലാഹുവേ, നമ്മുടെ ശരീരത്തിന്റെ ഘടന എന്ന് എടുത്തു നോക്കണേ ഉമ്മ. ശരീരത്തിന്റെ ഓരോ അനുഗ്രഹങ്ങളൊന്ന് എടുത്തു നോക്കോ. എന്നിട്ട് പറ, പടച്ച തമ്പുരാന് നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചിട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ചിന്തിച്ചു നോക്കണേ ഉമ്മ. ആ പടച്ച തമ്പുരാൻ എത്രത്തോളം അനുഗ്രഹമാണ് ദുനിയാവിൽ നമുക്ക് ചെയ്തിട്ടുള്ളത്. ആ പടച്ച തമ്പുരാൻ എത്രത്തോളം അനുഗ്രഹമാണ് ദുനിയാവിൽ എനിക്കും നിങ്ങൾക്കും ചെയ്തു തരുന്നത്. പടച്ചറബ്ബേ, ഈ അനുഗ്രഹങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടോ അല്ലാഹുവേ ഇരുകരങ്ങളും നീട്ടിയിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടോ അല്ലാഹുവിനെ മറക്കുന്നവരായിട്ട് നമ്മൾ മാറുമ്പോ ഒന്ന് ചിന്തിച്ചു നോക്കുമ്പ, ഒന്ന് ചിന്തിച്ചു നോക്കണേ സഹോദരങ്ങളെ. അല്ലാഹുവേ, എത്ര വലിയ നന്ദി കെട്ടവരാണ് നമ്മളോ. എത്രയോ വലിയ നന്ദി കെട്ടവരായിട്ട് നമ്മൾ മാറുകയാണ്. ആവാന് പാടുണ്ടോ? അങ്ങനെ നമ്മുടെ മനസ്സിനകത്തൊരു ചിന്ത പോലും കടന്നു വരാൻ പാടുണ്ടോ? പടച്ചറബ്ബേ, ദുനിയാവിന്റെ തുലിക്ക് മുകളിലോ അല്ലാഹുവേ എത്രയോ നമ്മുടെ സൗകര്യങ്ങളോ പടച്ചറബ്ബേ, നമ്മുടെ വീട്, നമ്മുടെ വാഹനം, അല്ലാഹുവേ നമ്മൾ ശ്വസിക്കുന്ന വായു, ഇതെല്ലാം അല്ലാഹു നമുക്ക് തന്നതല്ലേ? ഇതെല്ലാം അല്ലാഹു നമുക്ക് തന്നതല്ലേ പടച്ചറബ്ബേ? എന്നിട്ടും എന്തിനാണ് അല്ലാഹനെ നമ്മൾ മറന്നു കളയുന്നത്? എന്നിട്ടും എന്തിനാണ് അല്ലാഹനെ നമ്മൾ മറന്നു കളയുന്നത്? പടച്ചറബ്ബേ,
പടച്ചുറപ്പേ ഇന്നലെ എവിടെയോ കണ്ട, ഇൻസ്റ്റഗ്രാമിൽ കണ്ട, ഫേസ്ബുക്കിൽ കണ്ട, പടച്ചുറപ്പേ വാട്സപ്പിലൂടെ പരിചയപ്പെട്ട ഒരുത്തന്റെ പിന്നാലെ കടന്നിട്ടോ പടച്ചുറപ്പേ സ്വന്തം ഭർത്താവിനെയും സ്വന്തം ഉമ്മയെയും സ്വന്തം ബാപ്പയെയും സ്വന്തം മക്കളെയും പടച്ചുറപ്പേ വലിച്ചെറിഞ്ഞിട്ടോ സ്വന്തം ഭാര്യയെ ഒഴിവാക്കിക്കൊണ്ടോ എത്രയോ ചെറുപ്പക്കാരാണ് റബ്ബേ ഏതോ പെണ്ണിന്റെ ചുക്കും ചോരും അറിയുന്നതെന്നറിയോ. അല്ലാഹുവേ നിനക്ക് വേണ്ടിയിട്ട് നിന്റെ മുമ്പിൽ ഹലാലാക്കി അല്ലാഹുവേ നിന്റെ ബാപ്പയും ഉമ്മയും സ്നേഹത്തോട് കൂടിയിട്ട് നിനക്ക് കെട്ടിച്ചു തന്നോ ഒരു പെണ്ണ് നിന്റെ വീട്ടിനകത്തില്ല, ഒരു പെണ്ണ് നിന്റെ വീട്ടിനകത്തില്ല. എന്നിട്ട് ആ പെണ്ണിനെ പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത, ആ പെണ്ണിന് പോലും സ്നേഹം കൊടുക്കാത്ത എത്രയോ ചെറുപ്പക്കാരുണ്ടെന്നറിയോ. പടച്ചുറപ്പേ തന്റെ വാപ്പയും ഉമ്മയും സ്നേഹത്തോടു കൂടി കണ്ടെത്തിയിട്ട് തനിക്ക് കെട്ടിച്ചു തന്നോ. പടച്ചുറപ്പേ തനിക്ക് വിവാഹം ചെയ്തു തന്ന നിന്റെ പ്രിയപ്പെട്ട മണിമാരനുണ്ടല്ലോ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ. അല്ലാഹുവേ ആ ഭർത്താവിന് നിമിഷ നേരം കൊണ്ട് പടച്ചുറപ്പേ എവിടെയോ കിടക്കുന്നതിന്റെ സ്നേഹം നടിച്ചിട്ട് ഒരുത്തനെ കടന്നു വരുമ്പോ അല്ലാഹുവേ അവന്റെ കൂടെ ഇറങ്ങി പോകുന്ന, അവനെ വഞ്ചിക്കുന്ന എത്രയോ സഹോദരിമാരുണ്ടെന്നറിയോ. പടച്ചുറപ്പേ ഇതൊക്കെ ആരോടൊക്കെയാണ് നമ്മൾ വഞ്ചിതരാകുന്നത്, ആരോടൊക്കെയാണ് നമ്മൾ ചതി കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം ഉമ്മയോടും സ്വന്തം ബാപ്പയോടും എല്ലാം നമ്മൾ വഞ്ചന കാണിക്കുകയാണ്. മാത്രമല്ലല്ലോ പടച്ചു തമ്പുരാന് അല്ലാഹുവിനോട് വരെ നമ്മൾ വഞ്ചന കാണിക്കുകയാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ പടച്ചു തമ്പുരാനോട് നമ്മൾ ചതി കാണിക്കുകയാണല്ലോ. ആ പടച്ചു തമ്പുരാന് നമ്മൾ ഇട്ടെറിയുകയാണല്ലോ. വേണ്ട ഉമ്മ, വേണ്ട ഉമ്മ, അല്ലാഹു പുറത്തു തരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ലാഹു പുറത്തു തരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പടച്ചുറപ്പേ പടച്ചു തമ്പുരാന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞിട്ട് അല്ലാഹുവിനോട് നിങ്ങൾ ചോദിച്ചോ, അല്ലാഹുവിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടുകോ. എന്നിട്ട് ഒരിക്കലും തന്നെ തെറ്റുകളിൽ നിന്ന് മാറി നിന്നോ. പടച്ചു തമ്പുരാനെ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരന് അല്ലാഹുവേ എന്നോട് വന്നിട്ട് പറയുന്നു, ഉസ്താദ് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ട് ഉസ്താദ്, അവന് വല്ലാത്ത വേദനയിലാണ്, വല്ലാത്ത വിഷമത്തിലാണ്. അവനിക്ക് വേണ്ടിയിട്ടൊന്ന് ദുആ ചെയ്യണേ, അവനിക്ക് വേണ്ടിയിട്ടൊന്ന് ദുആ ചെയ്യണേ, അവൻ നിങ്ങളെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട്. പടച്ചുറപ്പേ ഞാൻ പറഞ്ഞു, മോനെ എന്ത് പറ്റിയതാണ്? അല്ലാഹുവേ ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ എല്ലാം അവൻ തന്നെ നിങ്ങളോട് പറയും, നിങ്ങളോട് അവൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമല്ലോ. പടച്ചുറപ്പേ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. അല്ലാഹുവേ ഇന്നാലിന്റെ സ്ഥലത്തേക്ക് നിങ്ങളൊന്ന് വരുമോ, അവന്റെ അടുത്തേക്ക് നിങ്ങളൊന്ന് കടന്നു വരുമോ? അല്ലാഹുവേ ഇതങ്ങ് പറഞ്ഞപ്പോ ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ എവിടേക്കാണ് വരേണ്ടത്? അല്ലാഹുവേ അവർ സ്ഥലം പറഞ്ഞു. ഞാൻ അവിടേക്ക് കടന്നു ചെന്നു. റബ്ബേ ചെറുചെറുക്കുള്ള പുഞ്ചിരിക്കുന്ന എന്തൊരു സൗന്ദര്യമുള്ളൊരു ചെറുപ്പക്കാരൻ എന്നറിയോ. അല്ലാഹുവേ പടച്ചുറപ്പേ വല്ലാത്ത വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണോ. ഞാൻ അവനോട് ചോദിച്ചു, മോനെ നിനക്ക് എന്താണ് സംഭവിച്ചത്? അല്ലാഹുവേ അവന്റെ ജീവിതത്തിന്റെ വിഷമത്തിന്റെ കെട്ടുകൾ അവൻ അയക്കുകയാണ്. അവൻ എന്നോട് പറയുന്നു, ഉസ്താദ് പടച്ചുറപ്പേ എന്റെ ജീവിതത്തിൽ ഞാനൊരു പെൺകുട്ടിയെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി, ഞാൻ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി, അവൾക്ക് എന്നെയും വല്ലാത്ത ഇഷ്ടമായിരുന്നു. പടച്ചുറപ്പേ ഇന്നവളുടെ നിക്കാഹ് മറ്റൊരാളുമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്, ഞാൻ വല്ലാത്ത വിഷമത്തിലാണെന്ന് പറയുമ്പോൾ അല്ലാഹുവേ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ എന്നോട് പറയുന്നു, ഉസ്താദ് എന്റെ വിഷമം എന്താണെന്നറിയോ, എന്റെ വിഷമം എന്താണെന്നറിയോ? പടച്ചുറപ്പേ അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമത്തിന്റെ കെട്ടുകളും അവൻ എന്റെ മുമ്പിൽ ഇങ്ങനെ തുറക്കുകയാണ്. ഞാൻ നോക്കുമ്പോ അവന്റെ കണ്ണുകൾ നിറയുകയാണ്.
അല്ലാഹുവേ അവൻ എന്നോട് പറയുന്നു, ഉസ്താദ് പാതിരാ സമയത്തിന്റെ ഏത് സമയത്തും അവൾ എന്നെ വിളിച്ചാൽ അല്ലാഹുവേ അവളുടെ വീട്ടിലേക്ക് വരെ ഞാൻ പോയിട്ടുണ്ട്. അവളുടെ വീടും എൻ്റെ വീടും ഏകദേശം 20 കിലോമീറ്ററോളം വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും ഞാൻ അവളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലാറുണ്ട്. രാത്രിയായാലും ഞാൻ കടന്നു ചെല്ലും. പടച്ചുറപ്പേ അങ്ങനെ ഒരു ദിവസം ഞാൻ അല്ലാഹുവേ അവള് വിളിക്കുകയാണ് പാതിരാ സമയത്ത്. പടച്ചുറപ്പേ ഞാൻ രാത്രിയായപ്പോൾ ആ പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതയായ എൻ്റെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പെണ്ണിന്റെ വീട്ടിലേക്ക് അല്ലാഹുവേ ഞാൻ അങ്ങ് കടന്നു ചെല്ലുകയാണ്. അവളുടെ വീട്ടിലേക്ക് രാത്രി സമയത്ത് ഞാൻ കടന്നു ചെന്നു. പടച്ചുറപ്പേ അവളുടെ വീട്ടിലേക്ക് ചെന്നപ്പോ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. അവിടെ എനിക്ക് വാതിൽ തുറന്നു തരികയാണ്. റബ്ബേ ഞാൻ അവളുടെ വീടിന്റെ ബാക്ക് സൈഡിലൂടെ അവള് തുറന്നു തന്ന വാതിലിലൂടെ അല്ലാഹുവേ അവളുടെ വീട്ടിലേക്ക് ഞാൻ ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ്. അല്ലാഹുവേ അവിടേക്ക് അങ്ങ് എത്തിയപ്പോ കുറെ നേരം ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരുന്നു. അല്ലാഹുവേ പിന്നീട് അവന്റെ ശബ്ദം ഇങ്ങനെ ഇടറുകയാ. ഒരുപാട് സമയം ഞങ്ങൾ സംസാരിച്ചിരുന്നതിന്റെ ശേഷമുണ്ടല്ലോ പടച്ചുറപ്പേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഒരു പുരുഷന് ഒരു പെണ്ണ് പടച്ചുറപ്പേ തനിച്ചായിക്കൊണ്ടിരുന്നാൽ പിന്നീട് അവിടേക്ക് മൂന്നാമതൊരാള് കടന്നു വരാനുണ്ട്. അതാരെന്നറിയോ? അതാരെന്നറിയോ? അത് ഇബ്ലീസാണ് ഉമ്മ. അത് ഇബ്ലീസാണല്ലോ. പടച്ചുറപ്പേ ആ പൊന്നുമോൻ അവിടുന്ന് വളരെ വിഷമത്തോട് കൂടിയിട്ട് അവിടുന്ന് പറയുകയാ, ഉസ്താദേ പിന്നെ എന്റെ ജീവിതത്തിലേക്ക് അങ്ങ് വല്ലാത്ത വിഷമം കയറി വരികയാ. പടച്ചുറപ്പേ അല്ലാഹുവേ ഒറ്റയ്ക്കിരിക്കുന്ന എന്റെ മുമ്പിലേക്ക് ഇബ്ലീസിന്റെ ചിന്തകൾ കടന്നു വന്നു. ഉസ്താദേ ഞങ്ങൾ ഒരിക്കലും തന്നെ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? പടച്ചുറപ്പേ ഇതവിടുന്ന് പറഞ്ഞിട്ട് ആ പൊന്നുമോന് പൊട്ടിക്കരയുകയാ. അല്ലാഹുവേ കേട്ടപ്പോ വല്ലാത്ത വിഷമം തോന്നി. ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു, മോനെ പടച്ചുറപ്പിനോട് തൗബ ചോദിക്കടാ. പടച്ചുറപ്പിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞിട്ട് ദുആ ചെയ്യണേ പൊന്നുമോനെ. ഉമ്മ നമ്മൾ മനസ്സിലാക്കണല്ലോ, നമുക്കുമുണ്ട് ആൺമക്കള്, നമുക്കുമുണ്ടല്ലോ പെൺമക്കള്. നമ്മളൊക്കെ ഉറങ്ങി എന്ന് പറയുന്നത് പടച്ചുറപ്പേ നമ്മളൊക്കെ ഉറങ്ങി എന്ന് പറയുമ്പോ ഉറങ്ങിയതുപോലെ നമ്മുടെ മക്കള് നടിക്കുകയാണ്. ഉറങ്ങിയതുപോലെ നമ്മുടെ മക്കൾ നടിക്കുകയാണ്. എന്നിട്ട് പടച്ചുറപ്പേ പാതിരാ സമയത്തോ അവർക്ക് ഇഷ്ടമുള്ളവരെ വീട്ടിനകത്തേക്ക് വിളിച്ചു വരുത്തുകയാണ്. അവർക്ക് ഇഷ്ടമുള്ളവരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്ന സന്ദർഭങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ ആർക്കറിയാമുമ്മ, ആരെയും നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമുക്കറിയുമോ? നമ്മുടെ പ്രിയപ്പെട്ട മക്കള് പാതിരാ സമയത്ത് 12 മണിക്കും 1 മണിക്കും എണീറ്റിരുന്നിട്ടോ അവർക്ക് ഇഷ്ടപ്പെട്ടവരെ വീട്ടിനകത്തേക്ക് വിളിച്ച് കയറ്റുന്നതോ നമ്മൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? എന്നാൽ ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാ, നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാ. പടച്ചുറപ്പേ അല്ലാഹുവേ ഇത് എന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞ വിഷമമാണല്ലോ. എന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടോ പടച്ചുറമ്പേ ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് പറഞ്ഞ പൊട്ടിക്കിറഞ്ഞിട്ട് പറഞ്ഞ വിഷമമാ. അങ്ങനെ എത്രയോ സംഭവങ്ങളാണെന്നറിയോ, പടച്ചുറമ്പേ നമ്മുടെയൊക്കെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെയൊക്കെ മുമ്പിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പടച്ചുറമ്പേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ, അവസാന കാലഘട്ടം കടന്നു വന്ന പടച്ചുറമ്പേ വ്യഭിചാരങ്ങൾ അധികരിക്കുമല്ലോ. പടച്ചുറമ്പേ അവസാന കാലഘട്ടം വരുമ്പോ മനുഷ്യന്റെ ചിന്ത എന്താണെന്നറിയോ? അവനിക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കണം,
കഴിക്കണം, ഒരുപാട് തിന്നണം, പിന്നെ അവനിക്ക് ഭോഗിക്കണം, അവന്റെ ശാരീരിക സുഖങ്ങൾ അറിയണം. ഇത് മാത്രമാണ് അവസാന കാലഘട്ടം വരുമ്പോ മനുഷ്യന്റെ മുമ്പിൽ ഉണ്ടാകുക. ഇതാരാ പറഞ്ഞത്? ഇതാരാ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയുക, പടച്ച തമ്പുരാൻ അറിയുക. അല്ലാഹനെ വെറുക്കല്ലോ, അല്ലാഹനെ മറന്നുകൊണ്ട് നടക്കല്ലോ. നമുക്ക് ജോലി തരുന്നത്, നമുക്ക് എല്ലാം തരുന്നത് പടച്ച റബ്ബാ. എന്തേ മോനെ ഇന്ന് ളുഹർ നമസ്കരിച്ചോ, ഇന്ന് അസ്ർ നമസ്കരിച്ചോ എന്നൊരുത്തനോട് ചോദിച്ചാ അവൻ പറയും, ഉസ്താദേ ഇന്ന് ജോലി തിരക്കായത് കൊണ്ട് നിസ്കരിച്ചിട്ടില്ല, ഇന്ന് ജോലി തിരക്കായത് കൊണ്ട് നിസ്കരിച്ചിട്ടില്ല, ഇന്ന് പരിപാടി ആയത് കൊണ്ട് നിസ്കരിച്ചിട്ടില്ല. ഇങ്ങനൊക്കെ പലതരത്തിലുള്ള കാരണങ്ങളാണ് ഇന്ന് പല ചെറുപ്പക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് തരുന്നതാരാണെന്നറിയോ? ഇതെല്ലാം നമുക്ക് തരുന്നതാരാ? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണെന്നുള്ള ഏറ്റവും വലിയൊരു ബോധമുണ്ടല്ലോ. അത് നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ തന്നെ എടുത്തു കളയുകയാണ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ബോധം നൽകണേ അല്ലാ. നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ മക്കളൊക്കെ നീ സാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. പടച്ച റബ്ബേ, തെറ്റുകുറ്റങ്ങളിലൂടെ അല്ലാഹുവേ നീ ഞങ്ങളെ നടത്തല്ലേ അല്ലാ. നീ ഞങ്ങളെ ഹറാമ് കാണിക്കല്ലേ അല്ലാ, ഹറാമ് കേൾപ്പിക്കല്ലേ അല്ലാ, ഹറാമിന്റെ വഴി നീ ഞങ്ങളെ നടത്തല്ലേ അല്ലാ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസിയായ മനുഷ്യന് കൊടുക്കുന്ന, അല്ലാഹു തആല ദുനിയാവിലേക്ക് സൃഷ്ടിച്ചൊരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ താക്കീത് എന്തെന്നറിയോ? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. ഏ മനുഷ്യ, നിന്നെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് നിനക്ക് നീ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു തആല നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്നിട്ട്, നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ, നമ്മുടെ ചിന്തകൾ, അല്ലാഹുവേ നമ്മുടെ സമ്പത്ത്, അല്ലാഹു തആല ദുനിയാവിൽ നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ നമ്മളൊന്ന് എണ്ണിത്തിട്ടപ്പെടുത്തിയാൽ, നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, എൻ്റെ പ്രിയമുള്ളവരെ, എങ്ങനെയാ നമുക്കതിന് കഴിയുക? നമുക്ക് കഴിയോ? ഒരിക്കലും തന്നെ അതിന് കഴിയില്ല. കാരണം എന്താ? അത്രത്തോളം അനുഗ്രഹങ്ങൾ പടച്ച തമ്പുരാൻ ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ മനുഷ്യനായി എനിക്കും നിങ്ങൾക്കും അല്ലാഹു തആല തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ അനുഗ്രഹങ്ങളെ പോലും മനസ്സിലാക്കാൻ കഴിയാതെയാണ് മനുഷ്യരായി ഇന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മളൊന്നും വേണ്ട, നമ്മളെ ഒന്ന് മൂക്ക് പൊത്തിപ്പിടിക്കാം, നമുക്ക് നമ്മൾ ഈ ശ്വസിക്കുന്ന വായു, ഈ വായു നമുക്കൊന്ന് വേണ്ട രൂപത്തിൽ കിട്ടുന്നില്ല. ഒന്ന് ആലോചിക്കാൻ നമ്മുടെ അവസ്ഥ അല്ലെ? നമ്മുടെ കണ്ണ് നമ്മളൊന്ന് പൊത്തിപ്പിടിച്ചിട്ട് നടന്നു നോക്ക്, ആ കണ്ണിന് അനുഗ്രഹം കേൾക്കാൻ നമുക്ക് അറിയും. നമ്മുടെ ചെവി ഒന്ന് പൊത്തിപ്പിടിച്ചിട്ടൊന്ന് നോക്ക്, എന്തെങ്കിലും നമുക്ക് കേൾക്കുന്നുണ്ടോ? പടച്ചറപ്പേ, നമ്മളൊന്നും വേണ്ട, രണ്ട് കൈയും ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട്, രണ്ട് കൈയും ഇങ്ങനെ കെട്ടിയിട്ട് ഒന്ന് ഓടി നോക്ക്, അപ്പൊ മനസ്സിലാകും നമ്മളെ കൈ കൊണ്ട് അല്ലാഹു തആല എന്തെല്ലാം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. മനസ്സിലായ? ഇതെല്ലാം ഒന്ന് പരീക്ഷിച്ചു നോക്ക്, അപ്പറിയും അല്ലാഹു തആല നിനക്ക് തന്ന അനുഗ്രഹത്തിന്റെ വില. ഇത് നമുക്കെല്ലാം പിന്നെ ഒരു നിസാരമായി തോന്നുന്നതുകൊണ്ടാ. നമ്മുടെ കണ്ണിന് പ്രശ്നമില്ല, നമ്മുടെ കാതിന് പ്രശ്നമില്ല, നമ്മുടെ നാക്കിന്റെ പ്രശ്നമില്ല, നമ്മുടെ ശരീരത്തിന്റെ ഒന്നും ഇന്ന് യാതൊരു വിഷമമല്ല. അതുകൊണ്ടാണ് എൻ്റെ പ്രിയമുള്ളവർ ഇന്ന് നമുക്ക് ഇതെല്ലാം ഒരു വിഷയമായിട്ട് തോന്നാത്തത്. കണ്ണ് പോകുമ്പോഴാണ് ആ കണ്ണിന്റെ കാഴ്ച അറിയാൻ നമ്മൾ പറയില്ലേ അല്ലേ? അപ്പൊ മനസ്സിലാകും അതിന്റെ അവസ്ഥ, അല്ലാഹു തന്ന അനുഗ്രഹത്തിന്റെ വില. ഒരു ക്യാൻസർ രോഗി പടച്ചറപ്പെ ഡയാലിസിസ് ചെയ്യാ, പടച്ചോനെ അതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒന്നും വേണ്ട, അതിനെ കുറിച്ചിട്ടൊന്ന് ചിന്തിച്ചാൽ മതി. മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് അറിയാതെ ഈമാൻ ഇങ്ങനെ വന്നു പോകും. ആ ഡയാലിസിസ് ചെയ്യുന്നതിന്റെ അവസ്ഥ, കീമോ ചെയ്യുന്നതിന്റെ അവസ്ഥ, പടച്ചോനെ ആലോചിച്ച് നോക്ക്. പറയും നിനക്ക് അല്ലാഹു തആല തന്ന ഓരോ അനുഗ്രഹത്തിന്റെയും അവസ്ഥ.
അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹ് നമുക്ക് ബോധം നൽകട്ടെ. ദുനിയാവിന്റെ തൊലിക്കുമുള്ളത്. അതുകൊണ്ട് മദ്യപിച്ച് വേണ്ട രൂപത്തിൽ പടച്ച റബ്ബിനെ അറിയാതെ എൻ്റെ പ്രിയമുള്ളവരെ നടക്കാതിരിക്കുക. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. പൂർണ്ണമായിട്ട് 100% തഖ്വയുള്ളവനാണ് എന്ന് പറയാൻ നമ്മളെ കൊണ്ട് ഒരിക്കലും കഴിയില്ല. 100% ഒക്കെയാണ് എന്ന് പറയാൻ നമ്മളെ കൊണ്ട് ഒരാളെ കൊണ്ട് കഴിയൂല. പടച്ച റബ്ബ് എന്നിരുന്നാലും ഹൃദയത്തിനകത്ത് കുറച്ചെങ്കിലും ഒരു കുറച്ചെങ്കിലും ഈമാൻ കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് കഴിയുമല്ലോ. ഉള്ളത് കൊണ്ട് നമ്മൾ പറയില്ല ഓണം പോലെ എന്നതുപോലെങ്കിലും ആക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമല്ലോ. ഇതിനു വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തആല ബോധം നൽകട്ടെ. അല്ലാഹു ബോധം നൽകട്ടെ. 3 സ്വലാത്ത് ചൊല്ല്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഇൻഷാ അല്ലാഹ് നമുക്ക് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തിട്ട് നമുക്ക് പിരിയാം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ പറ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുക. നമുക്കൊക്കെ കൂട്ടുകാരുണ്ടല്ലോ അല്ലേ? നമുക്കൊക്കെ ഏറ്റവും നല്ല സുഹൃത്തുക്കളില്ലേ? നമ്മുടെ അയൽവാസികള്, നമ്മുടെ നാട്ടുകാര്, നമ്മുടെ ഏറ്റവും ബന്ധപ്പെട്ടവർ, ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് ആളുകൾ നമുക്കുണ്ട് ഇല്ലേ അല്ലേ? എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിശ്വാസിയായ മനുഷ്യനെ കുറിച്ചിട്ട്, അല്ലാഹുവേ അവന്റെ ബന്ധങ്ങളെ കുറിച്ചിട്ട്, അവന്റെ ജീവിതത്തിന്റെ ശൈലികളെ കുറിച്ചിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാകണമെന്ന് നമ്മെ പഠിപ്പിക്കാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പടച്ച റബ്ബേ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അൽ മുഅ്മിനു മിർആതു അഖീ, തന്റെ പ്രിയപ്പെട്ട സഹോദരനുണ്ടല്ലോ, ഒരു മുഅ്മിനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഒരു കണ്ണാടിയെ പോലെയാകണേ. ഇദാ റആ ഫീഹി ഐബൻ അസ്ലഹ ഐബൻ അസ്ലഹു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, തന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പടച്ച റബ്ബേ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ അവന്റെ മുഖത്തുള്ള ഒരുപാട് ന്യൂനതകള്, അവന്റെ ജീവിതത്തിലുള്ള ഒരുപാട് ന്യൂനതകൾ അവന് കാണുമ്പോ, പടച്ച റബ്ബേ അവന്റെ ശരീരത്തിലൂടെയുള്ള ന്യൂനതകൾ അവന് കാണുമ്പോ, അല്ലാഹുവേ അത് ആ കണ്ണാടിയല്ലേ അവിടെ അറിയിച്ചു കൊടുക്കുന്നത്. എന്നുപോലെയാകണടാ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ, എന്നതുപോലെയാകണം ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ. പടച്ച റബ്ബേ, ഇന്ന് ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അല്ലാഹുവേ, ഒരു നിന്നെ പോലും ഉപകരിക്കാൻ കഴിയാതെ പടച്ച റബ്ബേ ദുനിയാവിന്റെ ആഡംബരങ്ങളിലൂടെ, ദുനിയാവിന്റെ പരദൂസുകളിലൂടെ മാത്രം കൊണ്ടുപോകുന്ന കൂട്ടുകാരനല്ലോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാ, യഥാർത്ഥ കൂട്ടുകാരൻ എന്ന് പറയുന്നത് അതൊരു കണ്ണാടിയെ പോലെയാണടാ, ഒരു കണ്ണാടിയെ പോലെയാണല്ലോ. പടച്ച റബ്ബേ, ഒരു സഹോദരൻ, ഒരു മനുഷ്യന് പടച്ച റബ്ബേ അവന് കണ്ണാടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിന്റെ എല്ലാവിധ ന്യൂനതകളും അവനിക്ക് കാണാൻ കഴിയുമല്ലോ. എന്നതുപോലെ നിന്റെ കൂട്ടുകാരന്റെ ജീവിതത്തിലുണ്ടാകുന്ന ഒരുപാട് വിഷമങ്ങളുണ്ട്, ഒരുപാട് ന്യൂനതകളുണ്ട്. പടച്ച റബ്ബേ അത് സ്നേഹത്തോട് കൂടിയിട്ട് അവനോട് പറഞ്ഞു കൊടുക്കണടാ, അവനോട് തിരുത്തി കൊടുക്കണല്ലോ. ഇവനാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പടച്ച റബ്ബേ, ഇന്നൊക്കെ നമ്മൾ കാണുമ്പോ റബ്ബേ മദ്യപിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാരെ വിളിക്കുകയാണ്,
വ്യഭിചരിക്കാൻ പോകുമ്പോ കൂട്ടുകാരെ കൂട്ടി പോവുകയാണ്. ഹറാമിന്റെ പേക്കൂത്തുകൾ കാണാൻ പടച്ചുറമ്പെ കൂട്ടുകാരെ കൂട്ടിയിട്ട് അല്ലാഹുവേ പോകുന്ന സമൂഹമായിട്ട് നമ്മുടെ തലമുറ മാറുമ്പോ ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മായി ഹദീസ് ഏറ്റവും കൂടുതൽ പ്രസക്തമായി മാറുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ട് മാറുന്നത്. തൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് തൻ്റെ കുറ്റങ്ങളും തൻ്റെ ന്യൂനതകളെല്ലാം പടച്ചുറപ്പെ തിരുത്തി കൊടുക്കുന്ന നല്ലൊരു സുഹൃത്തായിട്ട് മാറാൻ നിങ്ങളെ കൊണ്ട് കഴിയണേ. അല്ലാഹുവേ അവിടെയാണ് നമ്മുടെ വിജയമെന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുകയാ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് നമ്മോട് പറയുകയാണ്, വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർ സഹോദരങ്ങളാണ്, സഹോദരങ്ങളാണ്. വഅസ്ലിഹൂ ബൈന അഖവൈകും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവേ നന്മ ഓർമ്മിപ്പിക്കുക, തിന്മയെ തൊട്ട് വിരോധിക്കുന്ന അല്ലാഹുവർക്കിടയിൽ നന്മകളെ പരത്തുന്ന ഒരു കൂട്ടുകാരനാകാൻ, ഒരു സഹോദരങ്ങളാകാൻ നമ്മളെ കൊണ്ട് കഴിയണോ. അത് വല്ലാതെ ശക്തി പടർന്ന കൂട്ടുകാരാക്കണോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നല്ലോ. തന്റെ ഒപ്പം നിൽക്കുന്നവരെ പടച്ചുറപ്പെ തന്റെ കൂട്ടുകാരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, പടച്ചുറപ്പെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. തന്റെ മുമ്പിലൂടെ കടന്നു വരുന്ന ഓരോ സഹാബത്തും ഉണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും കൂടുതൽ സ്നേഹിതന്മാരായിരുന്നല്ലോ. അവരുടെ ആവശ്യങ്ങൾ തന്റെ ആവശ്യങ്ങളെ പോലെ, പടച്ചുറപ്പെ അവരുടെ വേദനകൾ തന്റെ വേദനകളെ പോലെ തന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചവരായിരുന്നു റസൂലുള്ളാഹ്. ഇതാണ് യഥാർത്ഥ സുഹൃത്തെന്ന് പറഞ്ഞാൽ, ഇതാണ് യഥാർത്ഥ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ. ഇങ്ങനത്തെ സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇതിന് കഴിയണം നമുക്ക്, ഇതിന് നമ്മളെ കൊണ്ട് കഴിയണല്ലോ. അപ്പോഴാണ് നമ്മുടെ ജീവിതം ഏറ്റവും കൂടുതൽ സന്തോഷകരമാകുന്നത്, നമ്മളെ ബന്ധങ്ങൾ ഏറ്റവും കൂടുതൽ സമാധാനമുള്ളതാകുന്നത്. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. പടച്ച തമ്പുരാനെ ഞങ്ങളുടെ ബന്ധങ്ങളെ നിലനിർത്തി തരണേ റഹ്മാനേ. പടച്ചറബ്ബേ ഞങ്ങളുടെ കൂട്ടുകാരോട് അല്ലാഹുവേ ബന്ധങ്ങളെ അല്ലാഹുവേ നീ നിലനിർത്തി തരണേ അല്ലാഹ്, സാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, എൻ്റെ പ്രിയമുള്ളവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയാണ്, അൽ മുഅ്മിനു മിർആത്തു അഖി. തന്റെ പ്രിയപ്പെട്ട സഹോദരൻ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനിക്ക് അവനൊരു കണ്ണാടിയെ പോലെയാകണം. നമ്മൾ എങ്ങനെ ആവേണ്ടത്? തന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഒരു കണ്ണാടിയെ പോലെയാകണം. അവൻ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ അവന്റെ മുഖത്തുള്ള അവന്റെ ജീവിതത്തിലുള്ള ഒരുപാട് ന്യൂനതകൾ അവനക്ക് കാണാൻ കഴിയും, അല്ലേ? എന്നാൽ അതുപോലെ നമ്മൾ അവന്റെ മുമ്പിൽ പടച്ചുറപ്പെ ഒരു കണ്ണാടിയായിട്ട് നിന്ന് കൊടുത്തിട്ട് അവന്റെ വിഷമങ്ങളെ മുഴുവനും ഒപ്പിയെടുക്കുന്ന, എൻ്റെ പ്രിയമുള്ളവരെ, അവന്റെ ജീവിതത്തിൽ വരുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് അത് തിരുത്താൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന നല്ലൊരു കൂട്ടുകാരനാകാൻ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് കഴിയണം. യഥാർത്ഥ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷമങ്ങളിൽ അവനിക്ക് സങ്കടം ഉണ്ടാകും. യഥാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷമങ്ങളിൽ അവനിക്കും വിഷമം ഉണ്ടാകും, നമ്മുടെ സന്തോഷങ്ങളിൽ അവനിക്കും സന്തോഷം ഉണ്ടാകും. ഇതാണ് യഥാർത്ഥ കൂട്ടുകാരൻ. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ അവൻ വന്നിട്ട് പറയും, നീ അത് ചെയ്യില്ലട്ടോ, നീ അത് ചെയ്യരുത്, കാരണം അത് ചെയ്താൽ അള്ളാന്റെ മുമ്പിൽ നമ്മൾ പരാജയപ്പെടും എന്ന് പറയുന്ന നല്ലൊരു കൂട്ടുകാരനായിട്ട് എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ കൂട്ടുകാരും നമുക്കുമാകാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു സ്വാലിഹായ നല്ല കൂട്ടുകാരനെ നമ്മൾ വാർത്തെടുക്കണം. നമ്മുടെ കൂട്ടുകാരൻ
കൂട്ടുകാർക്കിടയിൽ നല്ലൊരു കൂട്ടുകാരനെ നമസ്കാരത്തെ ഓർമ്മപ്പെടുത്തുന്ന, മോനെ നീ സമയമായ നിസ്കരിച്ചോ എന്ന് ചോദിക്കുന്ന, നോമ്പിന്റെ സമയമാകുമ്പോൾ മോനെ നീ നോമ്പെടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന, സുന്നത്തുകൾ ഓർമ്മപ്പെടുത്തുന്ന, എത്ര വലിയ തിരക്കാലം യാത്രയായാലും അതിനിടയിലും നമസ്കാരത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു നല്ല കൂട്ടുകാരൻ എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എന്നാ നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ ചെല്ലുമ്പോൾ ആ കൂട്ടുകാരന്റെ ഒരൊറ്റ വിഷമത്തോട് കൂടിയിട്ടില്ല ഒരു ചോദ്യം മതി പടച്ച തമ്പുരാന്റെ മുമ്പിൽ. റബ്ബേ, എന്റെ കൂട്ടുകാരെ അവരെല്ലാം എവിടെയാണ്, അവരെല്ലാം എവിടെയാണ് എന്നാ വിഷമത്തോട് കൂടിയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ച ആ പടച്ച തമ്പുരാൻ നമ്മളെ പിടിച്ച് നരകത്തിൽ നിന്ന് കയറ്റിയിട്ട് അവന്റെ കൂടെ സ്വർഗത്തിൽ പറഞ്ഞു വിടും. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. അങ്ങനത്തെ നല്ല കൂട്ടുകാരെ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് വേണം. അങ്ങനത്തെ നല്ല കൂട്ടുകാരെ നമ്മൾ വാർത്തെടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ നല്ല സൗഹൃദം ഉണ്ടാക്കുക, മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന ജീവിതമാകട്ടെ നമ്മുടേത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. ഒരു 3 സ്വലാത്ത് എല്ലാവരും ചൊല്ലു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا محمد أرحم الراحمين രാജ സയ്യിദായ അല്ലാഹ്, പടച്ച റബ്ബേ നീ ഞങ്ങളുടെ എല്ലാവിധ ഖൈറും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ പടച്ച റബ്ബേ ചൊല്ലിയ ഫാത്തിഹയുണ്ട് ഇഖ്ലാസും അബിദത്തൈനി റബ്ബേ ഞങ്ങൾ ചൊല്ലിയ പരിശുദ്ധമായ ഇൽമ നീ സ്വീകരിക്കണേ അല്ലാഹ്. പോരായ്മകൾ നീ പരിഹരിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ വലിയ മുതൽക്കൂട്ടായ റബ്ബേ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ മൺമറഞ്ഞു പോയി ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയുണ്ട്, ബാപ്പയുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, ഞങ്ങളുടെ കൂട്ടുകാരുണ്ട് റബ്ബേ, ഞങ്ങളുടെ അയൽവാസികളുണ്ട്, ഞങ്ങളുടെ നാട്ടുകാരുണ്ട് അല്ലാഹ്. പടച്ച റബ്ബേ എല്ലാവരുടെ ഖബറിലേക്കും നീ എത്തിക്കണേ അല്ലാഹ്. അവിടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്, സ്വർഗമാക്കണേ അല്ലാഹ്, നരകം ഹറാമാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ ഇവിടെ ഒരുപാട് ഉമ്മമാര്, പടച്ച റബ്ബേ സഹോദരങ്ങൾ, സഹോദരിമാർ, പടച്ച തമ്പുരാനെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് റബ്ബേ. ഷമീ ഷഫീഖ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പടച്ച റബ്ബേ നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്, സലാമത്ത് കൊടുക്കണേ അല്ലാഹ്, വിഷമങ്ങളെ മാറ്റി കൊടുക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ എന്ത് ഉദ്ദേശമാണെങ്കിലും നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ അല്ലാഹ്. പടച്ച തമ്പുരാനെ അതേപോലെ തന്നെ അച്ചൂപിച്ചു എന്ന് പറയുന്ന അക്കൗണ്ടിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവയുടെ വിഷമങ്ങളെ മാറ്റി കൊടുക്കറബ്ബേ, ഖൈറും ബറകത്തും നീ നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്, കുടുംബ ജീവിതത്തിൽ ബറകത്ത് കൊടുക്കണേ അല്ലാഹ്, മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്, ബുദ്ധി കൂർമ്മതയുള്ള മക്കളാക്കണേ അല്ലാഹ്. റസീന ഷമീർ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പടച്ച റബ്ബേ അവർക്ക് സമാധാനം കൊടുക്കറബ്ബേ, സന്തോഷം കൊടുക്കണേ അല്ലാഹ്, അവിടെ വിഷമങ്ങളെ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ച തമ്പുരാനെ അതേപോലെ തന്നെ ABCDMC എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവയുടെ വിഷമങ്ങളെ മാറ്റി കൊടുക്കണേ അല്ലാഹ്, സമാധാനം കൊടുക്കണേ അല്ലാഹ്.
സന്തോഷം കൊടുക്കണേ അല്ലാ, വിഷമങ്ങളെ മാറ്റി കൊടുക്കണേ അല്ലാ. ആയിഷു എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് റബ്ബേ. അല്ലാഹു അവർക്ക് ഖൈർ കൊടുക്ക റബ്ബേ, സലാമത്ത് കൊടുക്കണേ അല്ലാ. ഉദ്ദേശിച്ച കാര്യങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നീ പൂർത്തീകരിച്ച് കൊടുക്കണേ റഹ്മാനെ. അങ്ങനെ ഞങ്ങളോട് പടച്ചുറപ്പേ പല സ്ഥലങ്ങളിൽ നിന്നായി പല രൂപത്തിലായി പടച്ചുറപ്പേ കാണുമ്പോഴും മെസ്സേജായിട്ടും വിളിച്ചുമൊക്കെ ഒരുപാട് ആളുകൾ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പടച്ചുറപ്പേ അവിടൊക്കെ വിഷമങ്ങളെ തീർക്കണേ റബ്ബേ, ഖൈർ നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ, എല്ലാവിധ വിഷമങ്ങളിലും അറുതി നൽകണേ അല്ലാ. പടച്ചു തമ്പുരാനെ നീ ഞങ്ങളെ എല്ലാവരെയും സ്വീകരിക്കണേ റബ്ബേ. ജീവിതത്തിൽ വരുന്ന ചെറുതും വലുതുമായ പാപക്കറകളൊക്കെ പൊറുക്കു റബ്ബേ. റബ്ബേ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യമായി ചെയ്ത പാപങ്ങളെല്ലാം പൊറുക്കണേ അല്ലാ. പടച്ചു തമ്പുരാനെ അല്ലാഹുവേ നീ ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ, നീ ഞങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ച റബ്ബേ ക്യാൻസർ പോലെ ട്യൂമർ പോലെ ബ്ലഡ് ക്യാൻസർ പോലെ അസുഖങ്ങൾ തരല്ലേ അല്ലാ. ഡയാലിസിസ് ചെയ്യുന്ന അവസ്ഥ തരല്ലേ അല്ലാ. റബ്ബേ കീമോ ചെയ്യുന്ന അസുഖങ്ങൾ തരല്ലേ അല്ലാ. റബ്ബേ പ്രയാസപ്പെടുന്ന ചെറിയ ചെറിയ ഒരുപാട് വിഷമങ്ങളുണ്ട്, അസുഖങ്ങളുണ്ട് റബ്ബേ. അതിൽ നിന്നെല്ലാം മുക്തി തരണേ തമ്പുരാനെ. റബ്ബേ നിനക്കേ റബ്ബേ ഞങ്ങളൊക്കെ അല്ലാഹുവേ രക്ഷപ്പെടുത്താൻ കഴിയുകയുള്ളൂ. റബ്ബേ നിനക്കേ ഞങ്ങളെ സഹായിക്കാൻ കഴിയൂ അല്ലാ. ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കുക അല്ലാ. വിഷമങ്ങളെ മാറ്റിക്കൊണ്ട് അല്ലാ. പടച്ച റബ്ബേ നീ ഞങ്ങളെ സ്വീകരിച്ചിട്ടില്ലെങ്കിലോ റബ്ബേ ഞങ്ങളെ സ്വീകരിക്കാനും മറ്റാരുമില്ല അല്ലാ. ഞങ്ങളെ സ്വീകരിക്കാനും മറ്റാരുമില്ല റബ്ബേ. നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാ, നീ ഞങ്ങളെ കൈവെടിയല്ലേ അല്ലാ. പടച്ച റബ്ബേ ഈ പുണ്യവാന മജ്ലിസിൽ തുടക്കം മുതൽ ഇതുവരെ ഇരുന്നവർ പടച്ച റബ്ബേ ഇടയിലുമൊക്കെ ആയിട്ട് മജ്ലിസിലേക്ക് കടന്നു വന്ന ഒരുപാട് ഉമ്മമാരുണ്ട് റബ്ബേ, ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് റബ്ബേ. അവരുടെ വിഷമങ്ങൾ തീർക്ക റബ്ബേ. അവരിൽ ഒരാളെയും നീ കൈവിടല്ല അല്ലാ. മാനസിക വിഷമം കൊടുക്കല്ല അല്ലാ, ശാരീരിക വിഷമങ്ങൾ കൊടുക്കല്ല അല്ലാ, സാമ്പത്തിക വിഷമങ്ങൾ കൊടുക്കല്ല അല്ലാ. അവരെ എല്ലാവരെയും നീ നന്നാക്കണേ റഹ്മാനെ. അവരുടെ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളെ തീർത്തു കൊടുക്കണേ അല്ലാ. പടച്ച തമ്പുരാനെ നീ ഞങ്ങളെ ഒരാളെയും വിഷമിപ്പിക്കല്ല അല്ലാ. പടച്ച റബ്ബേ എല്ലാ ദിവസവും പടച്ച റബ്ബേ ഈ സമയത്ത് ലൈവ് തുടങ്ങുമ്പോ റബ്ബേ പടച്ചോനെ ഈ സമയത്തിൻ്റെ ഉള്ളിൽ വന്നിട്ട് പരിശുദ്ധമായി ഇൽമ കേൾക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര് സഹോദര സഹോദരിമാർ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ, അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. ആർക്കും നീ കടം കൊടുക്കല്ല അല്ലാ. മക്കളെ കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ, രോഗം കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ, സാമ്പത്തിക ഞെരുക്കം കൊടുത്തിട്ട് പരീക്ഷിക്കല്ല റബ്ബേ, ജോലി നഷ്ടപ്പെടുത്തിയിട്ട് പരീക്ഷിക്കല്ല അല്ലാ, രോഗം കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ, മാനസിക വിഷമങ്ങൾ കൊടുത്തിട്ട് പരീക്ഷിക്കല്ല റബ്ബേ. പടച്ച തമ്പുരാനെ നിന്റെ മുമ്പിലല്ലാതെ ആരോടാ റബ്ബേ ഞങ്ങളുടെ വിഷമങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ സങ്കടങ്ങൾ പറയുന്നത് റബ്ബേ. നീ ഞങ്ങളെ എല്ലാവരെയും സ്വീകരിക്കണേ റബ്ബേ, നീ ഞങ്ങളെ എല്ലാവരെയും നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ പടച്ച തമ്പുരാനെ ഞങ്ങളെ ഒരാളെയും നീ കൈവെടിയല്ലേ അല്ലാ. നീ ഞങ്ങളിൽ ഒരാളെയും കൈവെടിയല്ലേ അല്ലാ, നീ ഞങ്ങളിൽ ഒരാളെയും നീ കൈവെടിയല്ലേ അല്ലാ. പടച്ച തമ്പുരാനെ നീ ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ, നീ ഞങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനെ. റബ്ബേ മരിക്കുന്നതിന് മുമ്പ് മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറയും ചെയ്യണം തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങൾ ഇരുലോക വിജയികളിൽ പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ച റബ്ബേ ഇരുലോക വിജയികളിൽ ഞങ്ങളെ എല്ലാവരെയും നീ പെടുത്തണേ റബ്ബേ. ഖബറിലും ഹിസാബിലും സിറാത്തിൽ
ആഖിറത്തിലും മഹ്ശറിലുമൊക്കെ വിജയികളിൽ പെടുത്തി റബ്ബേ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് പുഞ്ചിരിച്ച് മരിക്കുന്നവരിൽ പെടുത്തണേ റബ്ബേ. പടച്ച റബ്ബേ, വിദേശത്ത് പടച്ച റബ്ബേ കഷ്ടപ്പെടുന്ന ഒരുപാട് പ്രവാസികളുണ്ട് റബ്ബേ. അല്ലാഹുവേ, വെള്ളം കയറിയിട്ടോ റബ്ബേ വല്ലാതെ പ്രയാസപ്പെടുന്നവർ, അവർക്ക് സമാധാനം കൊടുക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ. പടച്ച റബ്ബേ, കമന്റിൽ വന്നിട്ടും കമന്റിൽ വരാതെ മജ്‌ലിസിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരുണ്ട് റബ്ബേ, അവർക്ക് സമാധാനം കൊടുക്ക റബ്ബേ. എല്ലാവിധ വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണേ റബ്ബേ. അവർക്ക് സലാമത്ത് നൽകണേ അല്ലാ. വിഷമങ്ങളുണ്ടെങ്കിൽ മാറ്റിക്കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, പടച്ചോനെ, നീ ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. صل على جميع الأنبياء والمرسلين. الحمد لله رب العالمين. إن شاء الله നമ്മുടെ മജ്‌ലിസ് ഈ സമയത്ത് എല്ലാ ദിവസവും ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം. ഈ വിനീതന്റെ പ്രാർത്ഥനകളിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.